അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 34 കോടി രൂപ സമാഹരിച്ച് റഹീമിൻ്റെ മോചനത്തിനായി ആ ദൗത്യം വിജയിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ ദൗത്യം എവിടെ എത്തിയിരിക്കുന്നു? ആ ദൗത്യം എവിടെ എത്തിയിരിക്കുന്നു? ഏത് കടമ്പയിൽ എത്തിയിരിക്കുന്നു? റഹീം നാട്ടിലെത്താനായോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ അറിവില്ല, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു ജോലി തേടി കോഴിക്കോട് ഫറൂഖിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് താമസം മാറുമ്പോൾ റഹീമിന് 26 വയസ്സായിരുന്നു. ശ്വസിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ഒരു പ്രത്യേക ഉപകരണത്തെ ആശ്രയിച്ചിരുന്ന സൗദി പൗരൻ്റെ ഭാഗികമായി തളർവാദ രോഗിയായ മകൻ്റെ ഡ്രൈവറായും കെയർ ടേക്കറായും അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2006 പ്രകോപിതനായ അറബി പയ്യൻ റഹീമുമായി ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കി. ഇത് അറബിക്കുട്ടിയുടെ മെഡിക്കൽ ഉപകരണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. ഇത് അവനെ ബോധരഹിതനാക്കുകയും തുടർന്ന് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ 2 പതിറ്റാണ്ടോളം അബ്ദുർ റഹീം ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ മലയാളി സമൂഹങ്ങളിൽ നിന്ന് കാര്യമായ ശ്രദ്ധയും പിന്തുണയും നേടിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് ആവശ്യമായ മോചനദ്രവ്യം സ്വരൂപിക്കുന്നതിനായി ഒരു വലിയ ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു. അത് നല്ല രീതിയിൽ തന്നെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഈ കഴിഞ്ഞ ജൂൺ 3-ാം തീയതി ആ സൗദി പൗരൻ്റെ കുടുംബം അനുരജ്ഞന കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ഇരുവിഭാഗവും ഒപ്പുവെച്ചതനുസരിച്ച് ഇന്ത്യൻ എംബസിയിലുള്ള 34 കോടി രൂപ, അതായത് 1.5 കോടി സൗദി റിയാൽ സൗദി ഗവർണറേറ്റിന് കൈമാറി. ഇനി സൗദി ഗവർണറേറ്റ് കോടതിക്ക് വിവരങ്ങൾ നൽകുന്നതനുസരിച്ച് റഹീമിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുമെന്നാണ് കരുതുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ അബ്ദുർ റഹീം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തട്ടെ, ആ പൊന്നുമ്മാൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തട്ടെ. ഉമ്മാൻ്റെ വിഷമങ്ങളെല്ലാം പടച്ചറബ് എത്രയും പെട്ടെന്ന് തന്നെ നീക്കി കൊടുക്കട്ടെ. ആ ഉമ്മാൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും കാണാൻ കൊതിയാവുകയാണ്. ആ അബ്ദുൽ റഹീം പൊന്നുമ്മയുടെ അടുത്തെത്തി ഉമ്മാൻ്റെ മനസ്സ് സന്തോഷിക്കാനും ആ ഉമ്മ നല്ല ഒരു റാഹത്തിലാകുവാൻ വേണ്ടിയിട്ട്, ഉമ്മാൻ്റെ സന്തോഷം കാണുവാൻ വേണ്ടിയിട്ട് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമിനെ നാട്ടിലെത്തിച്ച് അവരുടെ കുടുംബത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആ പൊന്നു ഉമ്മാക്ക് സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീക്കിക്കൊടുക്കട്ടെ. അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതം നല്ല വിജയത്തിലാക്കട്ടെ. പൊന്നു ഉമ്മാൻ്റെ കൂടെ നല്ല സന്തോഷത്തിലുള്ള നല്ല റാഹത്തായിട്ടുള്ള നല്ല ബറക്കത്തുള്ള നല്ല ഒരു ജീവിതം പടച്ചറബ് നൽകട്ടെ. റഹീമിനെ സഹായിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർത്ത് റഹീമിൻ്റെ മോചനത്തിനും വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സഹായത്തിലൊക്കെ അതിൻ്റെ വിജയം അവരുടെ ജീവിതത്തിൽ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ പൊന്നു ഉമ്മാൻ്റെ അടുക്കലേക്ക് ആ മകനെ റഹീമിനെ എത്തിച്ച് പൊന്നു ഉമ്മാനെ എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.